കൊല്ലം സുധിയുടെ മരണത്തിന് മുൻപും അതിനുശേഷവും ഒരു വർഷത്തോളം മൂത്ത മകൻ കിച്ചുവിനെ പൊതുവേദികളിൽ കാണുന്നത് ചുരുക്കമായിരുന്നു. അഭിമുഖങ്ങളിൽ പോലും വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കിച്ചുവിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും മറുപടി പറയുകയും എല്ലാം ചെയ്യുന്നുമുണ്ട്. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും കിച്ചുവിനുണ്ട്. അടുത്തിടെയായിരുന്നു 21ാം പിറന്നാൾ. കുടുംബത്തോടും കൂട്ടുകാർക്കൊപ്പം അത് ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് സുധിയുടെ ചേട്ടന്റെ കുടുംബത്തോടൊപ്പമാണ് മകനായ കിച്ചു താമസിക്കുന്നതും. സമയം കിട്ടുമ്പോഴെല്ലാം കോട്ടയത്ത് വന്ന് അമ്മ രേണുവിനെയും സഹോദരൻ ഋതുലിനെയും കണ്ട് സ്നേഹാന്വേഷണങ്ങൾ നടത്തും. കഴിഞ്ഞ ദിവസം Q&A വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായി തന്റെ ഫോളോവേഴ്സ് എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവസരവും കിച്ചു നൽകിയിരുന്നു. ഒട്ടനവധി പേർ കിച്ചുവിൽ നിന്നും തങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ചോദ്യങ്ങളായി കുറിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് ചു. കൊല്ലം സുധിക്കായി KHDC നിർമ്മിച്ച വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാകും കിച്ചുവിന് വന്ന ആദ്യ ചോദ്യം സ്വന്തമായി വീടെന്ന ആഗ്രഹമുണ്ടോ എന്നായിരുന്നു. പഠിച്ച് ജോലിയായ ശേഷം സ്വന്തമായി വീട് വെക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കിച്ചു പറഞ്ഞു. നിലവിലെ ജീവിതത്തെക്കുറിച്ചും അമ്മ രേണുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ ലൈവിൽ വളരെ ഹാപ്പിയാണ്. വിഷമങ്ങളൊന്നുമില്ല. സ്നേഹത്തോടെയാണ് എല്ലാവരുടെയും കൂടെ ജീവിക്കുന്നത്. അമ്മയോട് ദേഷ്യം തോന്നാറില്ല. ആളുകൾ അമ്മയെക്കുറിച്ച് പറയുന്നത് നോക്കാറില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോകട്ടെ. ആളുകൾ ഓരോന്ന് പറയുന്നതിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് കമന്റ് വന്നാൽ ബാഡായി ഫീൽ ചെയ്യാറുമില്ല. നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം സ്വീകരിക്കും. യൂട്യൂബ് ചാനൽ സെറ്റപ്പ് ആക്കി എടുക്കണം എന്നതാണ് ഇപ്പോഴത്തെ പ്ലാൻ. യൂട്യൂബ് എനിക്കൊരു വരുമാന മാർഗമാണ്. കൂടാതെ ചില കോഴ്സുകളും പഠിക്കുന്നുണ്ട്. യൂട്യൂബ് കൊള്ളാം, ഇതിൽ കരപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഋതപ്പനും അമ്മയുമായി ചേർന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. എപ്പോഴും അത് തന്നെയായാൽ ശരിയാവില്ലല്ലോ എന്നാണ് കിച്ചു പറയുന്നത്. സ്വന്തമായി കാർ വാങ്ങാനുള്ള പണം എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. യൂട്യൂബ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ലഭിച്ച ശേഷമാണ് കാർ എടുത്തത്. വിദ്യാർത്ഥിനിയായി എനിക്ക് കാർ വാങ്ങാൻ പണം കിട്ടിയത് യൂട്യൂബ് വഴിയാണ്. കാർ എടുക്കാനുള്ള മുഴുവൻ തുകയും യൂട്യൂബിൽ നിന്നും കിട്ടിയില്ല. ബാക്കി തുക അല്ലാതെ സംഘടിപ്പിച്ചു. നല്ലൊരു റേറ്റിലായിരുന്നു ഇന്ന് ഈ കാർ കിടന്നത്. അതൊരു നല്ല ഡീലായി തോന്നി. അതുകൊണ്ട് തന്നെ അതങ്ങ് വാങ്ങിച്ചു. അമ്മ രേണുവിന്റെ നമ്പർ ഏത് പേരിലാണ് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത്. അമ്മയ്ക്ക് ഒരുപാട് നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ സേവ് ആക്കിയിട്ടില്ല. ആരുടെയും നമ്പർ സേവ് ചെയ്യാറില്ല, മടിയാണ്. നമ്പറിന്റെ അവസാനം നോക്കിയാണ് ആളെ മനസ്സിലാക്കുന്നത് എന്നും കിച്ചു പറഞ്ഞു. ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്നായിരുന്നു അടുത്ത ചോദ്യം. ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകും. നല്ലൊരു കാര്യമല്ലേ അങ്ങനെ പോകാൻ കഴിയുക എന്നത്. സിനിമയിൽ അവസരം കിട്ടിയാലും പോകും. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഒന്നും നിരസിച്ച് കളയില്ല. എല്ലാം കൈനീട്ടി സ്വീകരിക്കുമെന്നും കിച്ചു പറഞ്ഞു.